പ്രൈസ് ദി ലോർഡ്. വെളിപാട് പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 12, 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. സ്വർഗത്തിൽ വലിയ ഒരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. അവൾ ഗർഭിണിയായിരുന്നു. പ്രസവവേദനയാൽ അവൾ നിലവിളിച്ചു. പ്രസവക്ലേശത്താൽ അവൾ ഞെരുങ്ങി. സ്വർഗത്തിൽ മറ്റൊരടയാളം കൂടി കാണപ്പെട്ടു. ഇതാ, അഗ്നിമയനായ ഒരു ഉഗ്രസർപ്പം. അതിന് 7 തലയും 10 കൊമ്പും, തലകളിൽ 7 കിരീടങ്ങൾ. അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3-1 വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ സർപ്പം അവളുടെ മുമ്പിൽ കാത്തുനിന്നു. അവൾ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. സകല ജനപദങ്ങളെയും ഇരുമ്പ് തണ്ടുകൊണ്ട് ഭരിക്കാനുള്ളവനാണ് അവൻ. അവളുടെ ശിശു ദൈവത്തിൻ്റെയും അവിടുത്തെ സിംഹാസനത്തിൻ്റെയും അടുത്തേക്ക് സമൂഹിക്കപ്പെട്ടു. ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ 1260 ദിവസം അവളെ പോറ്റുന്നതിന് ദൈവം സജ്ജമാക്കിയ ഒരു സ്ഥലമുണ്ടായിരുന്നു. ദൈവവചനമാണ് നാം കേട്ടത്. സ്നേഹമുള്ളവരെ, വെളിപാട് പുസ്തകത്തിൻ്റെ മധ്യഭാഗത്ത് എത്തി നിൽക്കുകയാണ് നമ്മൾ. 12:1 മുതൽ 15:4 വരെയുള്ള അധ്യായങ്ങൾ ഈ വെളിപാട് പുസ്തകത്തിൻ്റെ കേന്ദ്രമാണ്. ഘടനാപരമായും ദൈവശാസ്ത്രപരമായും അവതരിപ്പിക്കുന്ന ഘടനയും അത് ഉൾക്കൊള്ളുന്ന പ്രമേയവും പരിഗണിക്കുമ്പോൾ ഈ വെളിപാട് പുസ്തകത്തിൻ്റെ മുഖ്യമായ കേന്ദ്രവത്തായ ഭാഗമാണ് നമ്മളിനി പഠന വിഷയമാക്കാൻ പോകുന്നത്. ഈ കേന്ദ്രവത്തായ വിഷയം സഭയും സാമ്രാജ്യവും തമ്മിലുള്ള സംഘട്ടനമാണ്. അഥവാ സഭ ഈ ഭൂമിയിൽ പ്രവർത്തിക്കുന്ന സാഹചര്യങ്ങളും ഈ സഭ നേരിടേണ്ട പ്രതിസന്ധികളും ഈ സഭയിലൂടെ ദൈവം നൽകുന്ന രക്ഷയും, ഇതാണ് ഇവിടെ പ്രധാനമായും അവതരിപ്പിക്കുന്നത്. 12-ാം അധ്യായം 1 മുതൽ 15-ാം അധ്യായം 4 വരെയുള്ള വാക്യങ്ങൾ പുസ്തകത്തിൻ്റെ കേന്ദ്രമാണ്. ഈ കേന്ദ്രഭാഗത്തെ ഘടനാപരമായി വീണ്ടും 7 ചെറിയ യൂണിറ്റുകളായിട്ട് തിരിച്ചാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ യൂണിറ്റ് 12-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ സ്ത്രീയും സർപ്പവും എന്ന വിഷയം അവതരിപ്പിക്കുന്നു. രണ്ടാമത്തെ ഭാഗം 13:1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ, 13:1 മുതൽ 10 വരെ പാതാളത്തിൽ നിന്ന് അല്ലെങ്കിൽ കടലിൽ നിന്ന് കയറി വരുന്ന മൃഗത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. മൂന്നാമത്തെ ഭാഗം 13:11 മുതൽ 18 വരെയുള്ള ഭാഗത്ത് കരയിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗത്തെയാണ് അവതരിപ്പിക്കുന്നത്. നാലാമത്തേത് കുഞ്ഞാടും അനുയായികളും, 14-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. അഞ്ചാമത്തേത് 3 മാലാഖമാരെയാണ് അവതരിപ്പിക്കുക, 3 ദൂതന്മാർ, 14-ാം അധ്യായം 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ആറാം ഭാഗം വിളവെടുപ്പിനെക്കുറിച്ചാണ്. അത് ഗോതമ്പ് വിളവെടുപ്പുണ്ട്, മുന്തിരി വിളവെടുപ്പുണ്ട്, 2 വിളവെടുപ്പുകൾ, 14-ാം അധ്യായം 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. അവസാനമായി സ്വർഗത്തിലെ ഒരു വിജയ കീർത്തനമാണ് 15-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ഇങ്ങനെ 7 ഉപവിഭാഗങ്ങളായി തിരിക്കുമ്പോൾ ഈ കേന്ദ്രവത്തായ വിഷയത്തിൻ്റെ കേന്ദ്രത്തിൽ നിൽക്കുന്ന 4-ാമത്തെ ഭാഗമാണ്. അത് കുഞ്ഞാടും അനുയായികളും. സിയോൻ മലയിൽ നിൽക്കുന്ന 144,000 അനുയായികളും കുഞ്ഞാടും, അതാണ് കേന്ദ്രമായി നിൽക്കുന്നത്. ഇത് സഭയുടെ മഹത്വീകരിക്കപ്പെട്ട സഭയുടെ ചിത്രമാണ്. പീഡനമേൽക്കുന്ന സഭ, മതപീഡനത്തിനിരയാവുന്ന വിശ്വാസികൾ, അവർക്ക് പ്രത്യാശ നൽകുന്ന ഒരു വലിയ ചിത്രമാണ് 14-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ സ്വർഗീയ ജെറൂസലമിൽ സിയോൻ മലയിൽ കുഞ്ഞാടിനോടൊത്ത് വെള്ളവസ്ത്രധാരികളായി കീർത്തനമാലപിച്ച് നിൽക്കുന്ന രക്തസാക്ഷികളുടെ, വിശ്വാസികളുടെ, കർത്താവിനോട് വിശ്വസ്തത പാലിച്ചവരുടെ സമൂഹം. അപ്പോഴേ ഈ സഭയുടെ ആദർശപരമായ ഒരു ചിത്രം ഇവിടെ അവതരിപ്പിക്കുകയാണ്. നമ്മൾ ഇന്ന് പഠന വിഷയമാക്കാൻ പോകുന്നത് ഈ ആദ്യത്തെ ഭാഗമാണ്, 12-ാമത്തെ അധ്യായം. 12-ാമത്തെ അധ്യായത്തിൽ 2 ചിത്രങ്ങളാണ് മുഖ്യമായും നിൽക്കുന്നത്. 1 ഒരു സ്ത്രീ, 2 സർപ്പം. ഇത് രണ്ടും സ്വർഗത്തിൽ നൽകുന്ന അടയാളമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. സ്വർഗത്തിൽ വലിയ ഒരു അടയാളം കാണപ്പെട്ടു. ഇപ്പോൾ സ്വർഗത്തിൽ നിന്നാണ് ഇതെല്ലാം സംഭവിക്കുക. ഇപ്പോൾ സ്വർഗത്തിലാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്, സംഘട്ടനങ്ങൾ അത് നിറവേറ്റുന്നത്, അതിന് പരിഹാരമുണ്ടാക്കുന്നത്. പ്രപഞ്ചത്തെ സംബന്ധിച്ച തീരുമാനങ്ങളെല്ലാം ദൈവത്തിന് സിംഹാസനത്തിൽ നിന്ന് വരുന്നു. ദൈവസിംഹാസനമുണ്ടായിരുന്ന സ്വർഗത്തിൽ തന്നെ വീണ്ടും ഇവിടെ മറ്റൊരു അടയാളം കാണപ്പെടുകയാണ്. സ്വർഗത്തിൽ വലിയ ഒരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ. ആരാണ് ഈ സ്ത്രീ എന്നതിനെക്കുറിച്ച് തർക്കമുണ്ട്.
വിവാദങ്ങളുണ്ട്. പക്ഷേ മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ളതല്ല ഇതിൻ്റെ വിവരണങ്ങൾ. നോക്കാം എന്തൊക്കെയാണ് പറയുക. സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. അവൾ ഗർഭിണിയായിരുന്നു. ആരാണ് ഈ ഗർഭിണിയായ സ്ത്രീ? മനോഹരിയാണ് അവൾ. സൂര്യനെ ഉടയാടയാക്കിയവളാണ്. ദൈവത്തിൻ്റെതായ പ്രകാശത്താൽ പ്രസരിക്കുന്നവളാണവൾ. സൂര്യൻ്റെ പോലെ ശോഭിച്ച മുഖത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. അപ്പോൾ സൂര്യനെ തന്നെ വസ്ത്രമാക്കി ധരിക്കുന്ന ദൈവത്തിൻ്റെ തന്നെ മഹത്വത്തിൽ, മഹിമയിൽ, പ്രകാശത്തിൽ പങ്കുചേരുന്നവളാണ് ഈ സ്ത്രീ. ചന്ദ്രൻ പാദപീഠമാക്കിയിരിക്കുന്നു, 12 നക്ഷത്ര കിരീടം. ഇത് മിശിഹായുടെ മാതാവാണ് എന്ന് തുടർന്ന് പറയും. അവൾ ഗർഭിണിയായിരുന്നു, വേദനയാൽ നിലവിളിച്ചു, പ്രസവ ക്ലേശത്താൽ അവൾ ഞെരുങ്ങി. ഇനി 5-ാമത്തെ വാക്യത്തിൽ അവളൊരു ആൺകുട്ടിയെ പ്രസവിച്ചു, സകല ജനപദങ്ങളെയും ഇരുമ്പ് തൊണ്ടുകൊണ്ട് ഭരിക്കാനുള്ളവളാണ് അവൻ. ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് വിശേഷിപ്പിക്കുന്ന മിശിഹായെ, രക്ഷകനായ യേശുവിനെ പ്രസവിച്ച സ്ത്രീയാണിത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ, ശാരീരികമായ രീതിയിൽ നോക്കുമ്പോൾ പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ചുള്ള ചിത്രീകരണമാണ്. അങ്ങനെയാണ് പൊതുവെ ഇത് കരുതപ്പെടുന്നത്, സഭയിൽ പൊതുവെ അംഗീകരിക്കപ്പെടുന്നത്. മാതാവിൻ്റെ കിരീടം, സ്വർഗീയ കിരീടം, 12 നക്ഷത്രങ്ങളുടെ കിരീടം ധരിച്ച മാതാവിൻ്റെ ചിത്രങ്ങൾ, പ്രതിമകൾ നമ്മൾ കാണാറുണ്ട്. പാദത്തിന് കീഴിൽ ചന്ദ്രൻ്റെ ചന്ദ്രക്കല കാണാറുണ്ട്. അപ്പോൾ മാതാവിൻ്റെ ഒരു ചിത്രീകരണമായി കരുതാൻ ആവും തീർച്ചയായിട്ടും. മിശിഹായ്ക്ക് ജന്മം നൽകിയ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ചിത്രമാണിത്. പക്ഷേ പ്രഥമ ദൃഷ്ടി അങ്ങനെ തോന്നുമെങ്കിലും എല്ലാ വിശദാംശങ്ങളും പരിഗണിക്കുമ്പോൾ ഇത് മാതാവിനെക്കുറിച്ചുള്ള നേരിട്ടുള്ള ചിത്രമല്ല എന്നാണ് മനസ്സിലാവുക. കാരണം പ്രസവക്ലേശത്താൽ ഞെരുങ്ങി നിലവിളിക്കുന്നവൾ ശിശുവിനെ പ്രസവിച്ച ശേഷം മരുഭൂമിയിലേക്ക് പലായനം ചെയ്യുകയാണ്. 1260 ദിവസം, അതായത് 42 മാസം അഥവാ 3.5 വർഷം മരുഭൂമിയിൽ അവൾ വസിക്കുകയാണ്. സംരക്ഷണം അവർക്ക് ലഭിക്കുന്നുണ്ട്. പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് പറയുന്ന അവൾ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു എന്നാണ്. മരുഭൂമിയിലേക്ക് പലായനം ചെയ്യുന്ന ഒരു പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് പറയാനില്ല. ഈജിപ്തിലേക്കുള്ള പലായനമാണെന്ന് കരുതുന്നവരുണ്ടാകും 3 വർഷത്തേക്ക്. പക്ഷേ ഇവിടെ പ്രതീകമായി അവതരിപ്പിക്കുന്നത് പരിശുദ്ധ കന്യകാമറിയത്തെക്കാളും വലിയ എന്തോ ഒന്ന് പിന്നിലുണ്ട്. ഇത് ദൈവജനത്തിൻ്റെ മുഴുവനും ചിത്രീകരണമായിട്ടാണ് നമ്മൾ കാണുക. ഗ്രന്ഥം അപഗ്രഥിച്ച് നോക്കുമ്പോൾ ദൈവജനത്തെ ദൈവത്തിൻ്റെ മണവാട്ടിയായി, ദൈവത്തിൻ്റെ പത്നിയായി ചിത്രീകരിക്കുന്ന പാരമ്പര്യം ആരംഭിച്ചത് ഹോസിയ പ്രവാചകൻ്റെ പുസ്തകം കാലം മുതലാണ്. ഇസ്രായേൽ കന്യക എന്ന സഭിസംബോധനാ രൂപം എന്ന ആശയം ഹോസിയ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ പ്രവാചകന്മാരും ആവർത്തിക്കുന്നതാണ്. ഇസ്രായേൽ കന്യകയെന്നും ദൈവത്തിൻ്റെ മണവാട്ടിയെന്നും ഭാര്യയെന്നും വേശ്യയെന്നും ഒക്കെ ചിത്രീകരിക്കപ്പെടാറുണ്ട്. അവൾ ദൈവജനത്തിൻ്റെ അമ്മയാണ്. ദൈവജനം തന്നെ അമ്മയായി, ഭാര്യയായി, കന്യകയായി, ചിലപ്പോഴൊക്കെ വിഗ്രഹാരാധനയിൽ പെട്ടുപോകുന്ന ദൈവജനത്തിന് പ്രതീകമായി, വേശ്യയായി ഒക്കെ ചിത്രീകരിക്കുന്നു. അപ്പോഴാദ്യ ഭാഗം ഗർഭിണിയായി പ്രസവക്ലേശത്താൽ ഞെരുങ്ങുന്ന ഈ സ്ത്രീ ദൈവജനത്തിൻ്റെ, അതും രക്ഷകനെ കാത്തിരിക്കുന്ന ദൈവജനത്തിൻ്റെ പ്രതീകമാണ് എന്ന് ഊഹിക്കുന്നതിൽ തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല. ദൈവജനത്തിൻ്റെ പ്രതീകം, ദൈവജനത്തെ തന്നെ 2 ഭാഗമായി കാണാൻ സാധിക്കും. രക്ഷകൻ്റെ വരവ് വരെയുള്ള ദൈവജനം, രക്ഷകൻ്റെ വരവിന് ശേഷമുള്ള ദൈവത്തിൻ്റെ ജനം. രണ്ടിനും ഇസ്രായേൽ എന്നാണ് വിശേഷിപ്പിക്കുക. യഥാർത്ഥ ഇസ്രായേൽ, ദൈവത്തിൻ്റെ ഇസ്രായേൽ തങ്ങളാണെന്ന് ക്രൈസ്തവർ അവകാശപ്പെടുന്നു. കാരണം എല്ലാ വാഗ്ദാനങ്ങളും പൂർത്തിയായത് യേശുക്രിസ്തുവിലാണ്. ആ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന സമൂഹമാണ് യഥാർത്ഥ ദൈവജനം. അപ്പോൾ സ്ത്രീയെ സംബന്ധിച്ചുള്ള ചിത്രീകരണം ഇപ്രകാരം നമുക്ക് കാണാൻ സാധിക്കും. ദൈവജനത്തിൻ്റെ ഒരു പ്രതീകമാണ് ഈ സ്ത്രീ. അവൾ മഹത്വപൂർണ്ണയാണ്. ദൈവത്തിൻ്റെ മഹത്വമാണ് അവളെ പ്രകാശിപ്പിക്കുന്നത്. അവളുടെ കിരീടം 12 അപ്പസ്തോലന്മാരെ പ്രതിനിധാനം ചെയ്യുന്നു, അഥവാ 12 ഗോത്രങ്ങളെയും. 12 ഗോത്രങ്ങളുടെയും 12 അപ്പസ്തോലന്മാരുടെയും സ്ഥാനത്താണ് 12 കിരീടങ്ങൾ. നക്ഷത്ര കിരീടം അത് ദൈവജനത്തിൻ്റെ തന്നെ പ്രതീകമാണ്. ഇപ്പോൾ പ്രസവക്ലേശത്താൽ ഞെരുങ്ങുന്ന ഈ സ്ത്രീ രക്ഷകനെ കാത്തിരിക്കുന്ന ജനം. അതിനുശേഷം മരുഭൂമിയിലേക്ക് പലായനം ചെയ്യുന്ന സ്ത്രീ രക്ഷകനെ സ്വീകരിച്ച ദൈവജനം. രക്ഷകൻ്റെ വരവിന് ശേഷമുള്ള സഭയുടെ അവസ്ഥയാണ് ഈ സ്ത്രീയിലൂടെ ചിത്രീകരിക്കുക. ഇതാണ് സ്ത്രീയെ സംബന്ധിച്ച ആദ്യത്തെ ചിത്രം. രണ്ടാമത്തെ ചിത്രം സർപ്പത്തെ സംബന്ധിച്ചാണ്. സർപ്പം ഇതാ അഗ്നിമയനായ ഒരു ഉഗ്രസർപ്പം. സ്വർഗത്തിൽ കാണുന്ന മറ്റൊരടയാളമാണ് അഗ്നിമയനായ ഒരു ഉഗ്രസർപ്പം. അതിന് 7 തലയും 10 കൊമ്പും, തലകളിൽ 7 കിരീടങ്ങൾ. കുഞ്ഞാടിനെ കണ്ടതുപോലെ, കുഞ്ഞാടിന് 7 കൊമ്പായിരുന്നു, 1 തലയും. ഇവിടെ 7 തലയും 10 കൊമ്പും. നമ്മൾ ആമുഖത്തിൽ കണ്ടായിരുന്നു, തല രാജത്വത്തിൻ്റെ അടയാളമാണ്, കൊമ്പ് ശക്തിയുടെയും രാജാവിൻ്റെയും അടയാളമാവും.
അപ്പോൾ 7 തലയും 10 കൊമ്പും ഉള്ളത് സർവ്വ അധികാരവും കൈയാളുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുക. അപ്പോഴിതൊരു സാധാരണ സർപ്പമല്ല എന്ന് നമുക്കറിയാം. അധികാരമുണ്ട്, രാജകീയ അധികാരം. അപ്പോൾ ഈ ഗർഭിണിയായ സ്ത്രീ പൊതുവെ ബലഹീനയാണ്, ദുർബലയാണ്. അവൾ ബലഹീനയായ ഈ സ്ത്രീയുടെ മുമ്പിൽ നിൽക്കുന്നത് അതിശക്തനായ ലോകത്തിൻ്റെ സകല അധികാരങ്ങളും കൈയാളുന്ന ഒരു ഉഗ്രസർപ്പമാണ്. ഈ സർപ്പത്തെക്കുറിച്ച് വിവിധങ്ങളായ ചിന്തകൾ, വിവിധങ്ങളായ ചിത്രങ്ങൾ വരും. ആരാണ് ഈ സർപ്പം? ഈ സർപ്പം പിന്നീട് ആണ് പർദീസായിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ സർപ്പമാണ്, പുരാതന സർപ്പം. അതിനെ സാത്താൻ എന്നും പിശാചെന്നും വിളിക്കുന്ന പുരാതന സർപ്പം. ഈ സർപ്പത്തെക്കുറിച്ചൊരു ചിന്താഗതിയുടെ അല്ലെങ്കിൽ സാത്താനെ സർപ്പമായി അവതരിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ പല സംഭവങ്ങളുണ്ട്, ചരിത്രങ്ങളുണ്ട്. ഏറ്റവും പുരാതനമായ ചരിത്രം നോക്കുമ്പോഴേക്കും മെസോപ്പൊട്ടേമിയയിലെ ചില മിത്തോളജികളാണ്. എനുമ എലിഷ് എന്ന് പറഞ്ഞ ഒരു മിത്തോളജി ഉണ്ട്, ഒരു ഇതിഹാസം, സൃഷ്ടിയെ സംബന്ധിച്ചൊരു വിവരണമാണ്. എനുമ എലിഷ് എന്ന മെസോപ്പൊട്ടേമിയൻ മിത്തിൽ സൃഷ്ടികർമ്മം നടക്കുന്നത് 2 ശക്തികൾ, പുരാതനമായ 2 ശക്തികളുണ്ടായിരുന്നു. അപ്സു എന്നും തിയാമത്തും എന്നറിയപ്പെടുന്ന 2 ശക്തികൾ. ഇതാണ് കഥ ആരംഭിക്കുക. ആരംഭത്തിൽ എല്ലാത്തിൻ്റെയും തുടക്കത്തിൽ 2 ശക്തികളുണ്ടായിരുന്നു. അത് 2 ജലങ്ങളായിരുന്നു, ശുദ്ധജലവും ഉപ്പുവെള്ളവും. ശുദ്ധജലം അപ്സു എന്നും ഉപ്പുവെള്ളം തിയാമത്തെന്നും അറിയപ്പെട്ടിരുന്നു. ഇവർ തമ്മിലുള്ള സംയോഗത്തിലൂടെ ഒരുപാട് ദൈവങ്ങൾ അഥവാ ദേവതകൾ ഉണ്ടായി. ഈ ദൈവങ്ങളുടെ എല്ലാം ഒച്ചയും ബഹളവും പിതാവായ അപ്സുവിന് അരോചകമായി തീർന്നു. അതുകൊണ്ട് അപ്സു ഇവയെല്ലാം ഉന്മൂലനം ചെയ്യാനായിട്ട് തീരുമാനിച്ചു, കൊല്ലാമെന്ന് തീരുമാനിച്ചു. ഇങ്ങനെ കൊല്ലാൻ എടുക്കുന്ന തീരുമാനം അറിഞ്ഞ ദേവന്മാരിൽ മുഖ്യനായ മർദൂഖ് മറ്റാരും അറിയാതെ അപ്സുവിനെ കൊല ചെയ്തു. തൻ്റെ ഭർത്താവ് വധിക്കപ്പെട്ടതിൽ കുപിതയായ തിയാമത്ത് ഇനി താൻ തന്നെ ജന്മം നൽകിയ എല്ലാ കുഞ്ഞുങ്ങളെയും എല്ലാ ദൈവങ്ങളെയും നശിപ്പിക്കാമെന്ന് തീരുമാനിച്ചു. ഇത് സംഭവിക്കുന്നത് ഇവർ തമ്മിലൊരു യുദ്ധമാണ്. ദേവതകളും ഒരു ആരംഭത്തിലുണ്ടായിരുന്ന ജലവും തമ്മിലുള്ള ഒരു യുദ്ധം. ഈ ആരംഭത്തിലെ പ്രൈമീവൽ കെയോസ് എന്ന് പറയും, രൂപരഹിതമായ അവസ്ഥയിൽ ഒരു പ്രളയജലം പോലെ കാണുന്നത് ആണ് തിയാമത്ത്. അതിനെ ഒരു സർപ്പം പോലെയാണ് ചിത്രീകരിക്കുക. ഇങ്ങനെ ഒരു സർപ്പം പോലെ ആദിമ ഭാഗത്തുണ്ടായിരുന്ന ഈ സർപ്പത്തെ അല്ലെങ്കിൽ ഈ കടൽ ജലത്തെ മർദൂക്ക് എന്ന ദേവൻ തൻ്റെ കുന്തം കൊണ്ട് 2ആയി പിളർന്ന് മുകൾ ഭാഗം കൊണ്ട് ആകാശവും കീഴ്ഭാഗം കൊണ്ട് ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ് ഇവരുടെ മിത്തോളജിയിൽ കാണുന്നത്. അപ്പോഴിങ്ങനെ ഈ ഭീകര സർപ്പത്തെ അല്ലെങ്കിൽ ഭീകര സത്വത്തെ 2ആയി പിളർന്നു. അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയായിട്ട് ഉണ്ടായിരുന്നു. പിന്നീട് വരുമ്പോൾ നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ ഇപ്രകാരം ആദ്യ ജലത്തെ 2ആയി പിളരുന്നതിൻ്റെ ചിത്രം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആകാശവും ഭൂമിയും ഉണ്ടാകുന്നത് ഇപ്രകാരമാണ്. ഒരു വിധാനമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു. വിധാനത്തിന് മുകളിൽ ജലം, താഴെയും ജലം. ഇപ്പോഴും മെസോപ്പൊട്ടേമിയൻ ഇതിഹാസമായ ഈ എനുമ എലിഷിൻ്റെ ഒരു ചൂട് പിടിച്ചുകൊണ്ടാണ് സൃഷ്ടികർമ്മം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ വിവരിക്കുന്നത്. അപ്പോഴേ ആദി ജലം അതിനെ ഒരു സത്വമായി, ഒരു ഭീകര ജന്തുവായി കണ്ടു. ആ ഭീകര ജന്തുവിനെ പിളർന്നുകൊണ്ട് 2ആയി പിളർന്നുകൊണ്ട് സൃഷ്ടികർമ്മം നടത്തിയെന്ന് മെസോപ്പൊട്ടേമിയൻ ഇതിഹാസത്തിൽ വരും. ഇവിടെ നിന്നാണ് വാസ്തവത്തിൽ ഈ സർപ്പത്തിൻ്റെ ഉത്ഭവം. 2-ാമത്തേത് പർദീസായിലേക്ക് വരുന്നതാണ്. പക്ഷേ അതിന് പിന്നിൽ വേറൊന്നുകൂടിയുണ്ട്. കാനാൻകാർ സർപ്പത്തെ ആരാധിച്ചിരുന്നവരാണ്. നമ്മുടെ നാട്ടിലുമുണ്ടല്ലോ സർപ്പക്കാവുകളും സർപ്പാരാധനയും. സർപ്പത്തെ ജീവൻ്റെ അടയാളമായി ദൈവമായി ആരാധിക്കുന്നവർ ഇന്നും നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്, സർപ്പക്കാവുകളും. അതേസമയം യഥാർത്ഥത്തിൽ സർപ്പം കൊണ്ടുവരുന്നത് ജീവനല്ല മരണമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ പ്രലോഭകനായി സർപ്പത്തെ കൊണ്ടുവരുന്നത്. സർപ്പം വഴി മനുഷ്യന് ലഭിച്ചത് മരണമാണ്, നാശമാണ്. അപ്പോഴിങ്ങനെ മനുഷ്യനെ നാശത്തിലേക്ക് നയിക്കുന്ന തിന്മയുടെ പ്രതീകമായി സർപ്പത്തെ അവതരിപ്പിക്കുന്നു ഉൽപ്പത്തി പുസ്തകത്തിൽ. ഇനി ഈ സർപ്പത്തിന് പല പേരുകൾ കൊടുക്കുന്നുണ്ട്. ബെഹമോത്ത് എന്ന പേരിലാണ് ജോബിൻ്റെ പുസ്തകത്തിൽ കാണുന്നത്. 40-ാമത്തെ അധ്യായം ജോബിൻ്റെ പുസ്തകം. അത് നീർക്കുതിര എന്നാണ് POC ബൈബിളിൽ വിവർത്തനം ചെയ്തിരിക്കുന്നത്. നീർക്കുതിരയെ നോക്കുക, നിന്നെ സൃഷ്ടിച്ചതുപോലെ അവനെയും ഞാൻ സൃഷ്ടിച്ചു. കാളയെപ്പോലെ അവൻ പുല്ല് തിന്നുന്നു. അവൻ്റെ ശക്തി അരയിലും ബലം ഉദരപേശിയിലുമാണ്. അതിശക്തമായ ബെഹമോത്ത്. സങ്കീർത്തനം 74 13-14 വാക്യങ്ങളിൽ മറ്റൊരു ചിത്രമുണ്ട്. അവിടെ ലെവിയാഥാൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ശക്തിയാൽ അങ്ങ് കടലിനെ വിഭജിച്ചു. ഇത് പഴയ സൃഷ്ടികർമ്മത്തിൻ്റെ ചിത്രമാണ്. സമുദ്രത്തിലെ ഭീകര സത്വങ്ങളുടെ തല പിളർന്നു. ലെവിയാഥാൻ്റെ തലകൾ അവിടുന്ന് തകർത്തു. അതിനെ മരുഭൂമിയിലെ ജന്തുക്കൾക്ക് ആഹാരമായി നൽകി. ഇപ്പോൾ ലെവിയാഥാൻ ഇതും സർപ്പത്തിൻ്റെ മറ്റു ചിത്രമാണ്. ഏശയ്യായുടെ പുസ്തകം 51-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിൽ
അവിടെ റാഹാബ് എന്നാണ് പറയുക. റാഹാബിനെ വെട്ടിനുറുക്കിയതും മഹാസർപ്പത്തെ കുത്തിപ്പിളർന്നതും അങ്ങല്ലേ. ഇങ്ങനെ പഴയ നിയമ പശ്ചാത്തലത്തിൽ സർപ്പത്തിൻ്റെതായ പല ചിത്രങ്ങൾ കാണും. ഇവിടെ എടുത്തു കാണിക്കുന്ന സർപ്പത്തിൻ്റെ ചിത്രം ഒരു തിന്മയുടെ ശക്തി, ദൈവത്തിനും ദൈവജനത്തിനും എതിരായി നിൽക്കുന്ന തിന്മയുടെ ശക്തി, ഭീകരമായ ശക്തിയാണ് സർപ്പം. ഈ സർപ്പത്തെ സാത്താൻ എന്നും വിശേഷിപ്പിക്കുന്നു. ഇനി ഈ ഉഗ്രസർപ്പം, അതിന് 7 തലയും 10 കൊമ്പും, തലകളിൽ 7 കിരീടങ്ങൾ. അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. ഇതൊരു വലിയ ശക്തി പ്രകടനമായിട്ട് കാണാം. അക്ഷരാർത്ഥത്തിലെടുത്താൽ പ്രപഞ്ചത്തിൽ മുഴുവനും വലിയ വിപത്ത് വിതയ്ക്കുന്ന ഒരു ഉഗ്രസർപ്പമാണിത്. അതോടൊപ്പം മാലാഖമാരുടെ പതനത്തെക്കുറിച്ചുള്ള സൂചനയും ഇവിടെ കാണാം. ദൈവത്തിനെതിരെ സ്വയം ഉയർത്തുകയും സ്വയം ദൈവമായി പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുകയും ദൈവത്തിന് സിംഹാസനത്തിന് മുകളിലും തൻ്റെ സിംഹാസനം സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഒരു മുഖ്യദൂതനായിരുന്നു സാത്താൻ എന്ന ഒരു പാരമ്പര്യമുണ്ട്. അപ്പോൾ സാത്താൻ ദൈവത്തിനെതിരെ പ്രതിഷേധിക്കുകയും ദൈവമാകാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ സാത്താൻ്റെ കൂടെ പ്രതിഷേധത്തിൽ ചേർന്ന ഒരു വലിയ വിഭാഗം ദൂതന്മാരുമുണ്ടായിരുന്നു അത്രേ. അപ്പോൾ ആകാശ നക്ഷത്രങ്ങളുടെ 1/3 എന്ന് പറയുന്നത് 1/3 ദൂതന്മാരുടെ ചിത്രീകരണമാകാം. അപ്പോൾ സാത്താൻ്റെ വചനത്തോടുകൂടി 1/3 ദൂതന്മാരും നിബന്ധിക്കുകയും അവർ വിശാചുക്കളായി മാറുകയും ചെയ്തു എന്ന പഠനത്തിൻ്റെ പിൻബലത്തോടു കൂടിയാണ് ഇപ്രകാരം അവതരിപ്പിക്കുന്നതെന്ന് തോന്നും. അപ്പോൾ 1/3 നക്ഷത്രങ്ങളെ വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ സർപ്പം അവളുടെ മുമ്പിൽ കാത്തുനിന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യന് രക്ഷ അസാധ്യമാക്കുക എന്നതാണ് ഈ സത്വത്തിൻ്റെ ലക്ഷ്യം, പദ്ധതി. അപ്പോൾ സാത്താൻ്റെ പ്രവർത്തനങ്ങളെല്ലാം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുക, പരസ്പരം അകറ്റുക, തിന്മയിൽ തന്നെ തളച്ചിടുക, നാശത്തിലേക്ക് നയിക്കുക. അപ്പോൾ ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ സർപ്പം അവളുടെ മേൽ കാത്തുന്നു. സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞ് രക്ഷകനാണ്. ആ രക്ഷകനെ വിഴുങ്ങാൻ, നശിപ്പിക്കാനാണ് സാത്താൻ്റെ ശ്രമം. പക്ഷേ അവന് വിജയിച്ചില്ല. അവൾ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. സകല ജനപദങ്ങളെയും ഇരുമ്പ് ദണ്ടുകൊണ്ട് ഭരിക്കാനുള്ളവനാണവൻ. യേശയ്യായുടെ പുസ്തകം 11-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ മിശിഹായെക്കുറിച്ച് പറയുമ്പോൾ അവൻ ഇരുമ്പ് ദണ്ടുകൊണ്ട് ഭരിക്കും എന്ന് പറയുന്നുണ്ട്. സങ്കീർത്തനം 2-ാം സങ്കീർത്തനം 9-ാമത്തെ വാക്യത്തിലും ദണ്ടുകൊണ്ട് ഭരിക്കുന്നു. ഇതൊരു ഇടയൻ്റെതായ ചിത്രമാണ്. നമുക്കറിയാം, ഇടയൻ്റെ കൈകളിൽ 2 വടികളുണ്ട്. ഒരറ്റം വളഞ്ഞ ഒരു വടി, അത് ആടുകളെ നയിക്കാനാണ്, ഊന്നി നടക്കാനാണ്. വഴിതെറ്റിപ്പോകുന്ന ആടുകളെ കഴുത്തിന് പിടിച്ചും കാലിന് പിടിച്ചും നേർവഴി നടത്താൻ വേണ്ടിയിട്ടാണ് ഈ വളഞ്ഞ അറ്റമുള്ള വടി. മറ്റൊരു വടി, അത് ദണ്ടാണ്. അതിൻ്റെ ഇരുവശത്ത് 2 അറ്റത്തും വലിയ ഇരുമ്പ് കട്ടകൾ കെട്ടിയിരിക്കും. അതുകൊണ്ട് ശത്രുക്കളെ, അത് മൃഗങ്ങളാവാം കള്ളന്മാരാകാം, അടിച്ചോടിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇരുമ്പ് ദണ്ടുകൊണ്ട് ഭരിക്കുമെന്ന് പറയുമ്പോൾ ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കും എന്നാണ് അർത്ഥം. അവൻ ഇരുമ്പ് ദണ്ടുകൊണ്ട് സകല ജനപദങ്ങളെയും ഭരിക്കാനുള്ളവനാണ്. അവളുടെ ശിശു ദൈവത്തിൻ്റെയും അവിടുത്തെ സിംഹാസനത്തിൻ്റെയും അടുത്തേക്ക് സംവഹിക്കപ്പെട്ടു. യേശുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒന്നും തന്നെ പറയുന്നില്ല. ജനിച്ചു, സംവഹിക്കപ്പെട്ടു. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് മനുഷ്യാവതാരവും യേശുവിൻ്റെ സ്വർഗാരോപണവും. മനുഷ്യാവതാരവും മഹത്വീകരണവും. അതിനിടയിലുള്ളതെല്ലാം കൂടി ചുരുക്കി പറയുകയാണ്, ദീർഘമായി ഇവിടെ അവതരിപ്പിക്കുന്നില്ല. അപ്പോൾ യേശുവിൻ്റെ ജനനം, രക്ഷകനായ മിശിഹായുടെ ജനനം, ആ മിശിഹായുടെ സ്വർഗാരോഹണം, മഹത്വീകരണം, ഇത് രണ്ടുമാണ് ഒതുക്കി പറയുക. ഇതിനിടയിൽ ഈ ശിശുവിനെ വിഴുങ്ങാൻ നിന്ന സർപ്പത്തിൻ്റെ പ്രവർത്തനമായിട്ടാണ് വാസ്തവത്തിൽ യേശുവിനെ പോലും പ്രലോഭിപ്പിച്ചതിൻ്റെ ചിത്രം ബൈബിളിൽ കാണും. 3 സമാന്തര സുവിശേഷകന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട് യേശു മരുഭൂമിയിൽ വെച്ച് പ്രലോഭനത്തിന് വിധേയനായി എന്ന്. മത്തായും ലൂക്കായും 3 പ്രലോഭനങ്ങൾ പ്രത്യേകമായി എടുത്തു പറയും. അതേസമയം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇപ്രകാരം ഒരു പ്രലോഭനം അല്ലെങ്കിൽ മരുഭൂമിയിലെ പ്രലോഭനം പറയുന്നില്ലെങ്കിലും അനേകം തവണ യേശുവിനെ പ്രലോഭിപ്പിക്കുകയും യേശുവിനെ രക്ഷയുടെ മാർഗത്തിൽ നിന്ന്, പിതാവിൻ്റെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിൻ്റെ അനേകം ചിത്രീകരണങ്ങൾ സുവിശേഷങ്ങളുണ്ട്. യോഹന്നാൻ സുവിശേഷത്തിലും സമാന്തര സുവിശേഷങ്ങളിലും. അപ്പോൾ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. സാത്താൻ്റെ പദ്ധതി പരാജയപ്പെട്ടു. അപ്പോൾ യേശുവിൻ്റെ വരവ്, മരണം, ഉത്ഥാനം, അതിനുശേഷം സംഭവിക്കുന്ന ചരിത്രമാണ് ബാക്കിയുള്ളത്. അവളുടെ ശിശു ദൈവത്തിൻ്റെയും അവിടുത്തെ സിംഹാസനത്തിൻ്റെയും അടുത്തേക്ക് സംവഹിക്കപ്പെട്ടു. ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ 1260 ദിവസം അവളെ പോറ്റുന്നതിന് ദൈവം സജ്ജമാക്കിയ ഒരു സ്ഥലമുണ്ടായിരുന്നു. 1260 ദിവസം നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. 11-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ 2 സാക്ഷികൾ ചാക്കുടുത്ത് ഈ ഭൂമിയിൽ സുവിശേഷം പ്രസംഗിക്കുന്നതിൻ്റെ കാലഘട്ടമാണത്. അന്ന് നമ്മൾ പറഞ്ഞു വെച്ചു, ഈ 2 സാക്ഷികൾ യേശുവിൻ്റെ വിശ്വാസികളാണ്, യേശുവിൻ്റെ സാക്ഷികളാണ്, സഭ മുഴുവനുമാണ്. അതിവിടെ വീണ്ടും ബലപ്പെടുത്തി പറയുകയാണ്. ഈ സ്ത്രീ മരുഭൂമിയിൽ 1260 ദിവസം സംരക്ഷിക്കപ്പെടുന്നു. ഇത് സഭയുടെ
യേശുവിൻ്റെ സ്വർഗാരോഹണം മുതൽ രണ്ടാം വരവ് വരെയുള്ള കാലഘട്ടത്തെയാണ് ഈ 1260 ദിവസം എന്ന് വിശേഷിപ്പിക്കുക. അപ്പോൾ ഇവിടെ മരുഭൂമിയിലേക്ക് ഒളിച്ചോടുന്ന സ്ത്രീ മറ്റാരുമല്ല, ദൈവജനമായ സഭ തന്നെയാണ്. 12-ാം അധ്യായത്തിലെ സ്ത്രീ അക്ഷരാർത്ഥത്തിലും പ്രതീകാത്മകമായ അർത്ഥത്തിലും ദൈവജനത്തെയാണ് സൂചിപ്പിക്കുക. പക്ഷേ ഈ ദൈവജനത്തോടൊപ്പം യേശുവിൻ്റെ ശാരീരികമായ അമ്മയായ പരിശുദ്ധ കന്യകാമറിയം, അവൾ സഭയുടെ മാതാവാണ്, അവൾ സഭയുടെ പ്രതീകവുമാണ്. അതുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയവും അതിലുപരി സഭയും ഈ സ്ത്രീയുടെ ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. 1260 ദിവസം അവളെ പോറ്റുന്നതിന് സജ്ജമാക്കിയ ഒരു സ്ഥലമുണ്ടായിരുന്നു. ഇത് സഭയുടെ ഇപ്പോഴത്തെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ചിത്രീകരണം കൂടിയാണ്. സഭ മരുഭൂമിയിലാണ്. മരുഭൂമിയിലെ തീർത്ഥാടക സഭയാണ് നമ്മൾ. 2-ാം വത്തിക്കാൻ സുന്നതോസ് പ്രത്യേകം എടുത്തു പറയുകയുണ്ടായി, സഭ ഒരു തീർത്ഥാടക സമൂഹമാണെന്ന്. ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ വാഗ്ദത്ത ഭൂമി ലക്ഷ്യം വെച്ച് യാത്ര ചെയ്തപ്പോൾ തീർത്ഥാടക സമൂഹമെന്ന് പറഞ്ഞു. ഇന്ന് ദൈവജനം മുഴുവനും ഈ മരുഭൂമിയിലൂടെ തീർത്ഥാടനം നടത്തുകയാണ്. ദൈവരാജ്യം എന്ന യാഥാർത്ഥ്യം പൂർണ്ണമാകുന്നവരെ, ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സംജാതമാകുന്നവരെയുള്ള കാലഘട്ടം മുഴുവനും ഒരു മരുഭൂമി യാത്രയാണ്, ഒരു മരുപ്രയാണമാണ്. ഈ പ്രയാണത്തിൽ ദൈവത്തിന് സംരക്ഷണമുണ്ടാകും. അവൾക്ക് സംരക്ഷണം നൽകുന്ന, അവളെ പോറ്റുന്നതിന് വേണ്ടി മരുഭൂമിയിൽ ഒരു സ്ഥലമുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ സംരക്ഷണം, സാത്താൻ്റെ പീഡനവും പ്രലോഭനങ്ങളും ഉണ്ടാകുന്നു, അതോടൊപ്പം ദൈവത്തിന് സംരക്ഷണവും ലഭിക്കുന്നു. ഇങ്ങനെ പ്രലോഭനങ്ങൾക്കും പീഡനങ്ങൾക്കും മധ്യേ ലഭിക്കാൻ പോകുന്ന സംരക്ഷണത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞു വെച്ചായിരുന്നു 11-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങളിൽ ദേവാലയത്തെയും ബലിപീഠത്തെയും അവിടെ ആരാധിക്കുന്നവരെയും അളക്കുക, അല്ലെങ്കിൽ 7-ാമത്തെ അധ്യായത്തിൽ കണ്ട നെറ്റിയിൽ മുദ്ര കുത്തിയവർ, ഇതെല്ലാം ഒരേ കാര്യം തന്നെ വിവിധങ്ങളായ പ്രതീകങ്ങളിലൂടെ അവതരിപ്പിക്കുകയാണ്. പീഡനങ്ങൾക്ക് മധ്യത്തിലും ദൈവം സംരക്ഷണം നൽകും. അതുകൊണ്ട് നിർഭയം വിശ്വസ്തരായി നിൽക്കുക, വിശ്വാസത്തിനു വേണ്ടി ജീവൻ പോലും നഷ്ടപ്പെടുത്താൻ സന്നദ്ധരാവുക, പ്രലോഭനങ്ങൾക്ക് വിധേയരാകാതെ, അതെത്ര തന്നെ ആകർഷകമായാലും എത്ര തന്നെ ഭയപ്പെടുത്തുന്നതായാലും പ്രലോഭനങ്ങളിൽ പെട്ടുപോകാതെ ചെറുത്തു നിൽക്കാനുള്ള ആഹ്വാനമാണ് ഈ അധ്യായത്തിലൂടെ, ഈ 2 ചിത്രങ്ങളിലൂടെ ദൈവം നമുക്ക് നൽകുന്നത്. വെളിപാട് പുസ്തകത്തിലൂടെ നമുക്കൊരു ദിവസം പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, വലിയ പീഡനങ്ങളുടെയും പ്രലോഭനങ്ങളുടെയും മധ്യത്തിൽ ജീവിക്കുന്ന ഞങ്ങളെ അവിടുന്ന് തന്നെ സംരക്ഷിക്കുമെന്ന് ഈ വായനയിലൂടെ, ഈ വെളിപാട് പുസ്തകത്തിൻ്റെ ഭാഗത്തിലൂടെ അവിടെ നിങ്ങൾക്ക് വാഗ്ദാനം നൽകുകയാണല്ലോ. മരുഭൂമിയിലായിരിക്കുന്ന ഞങ്ങളെ അവിടുന്ന് തന്നെ പോറ്റും. ഇടയനെ പോലെ അവിടുന്ന് ഞങ്ങളെ നയിക്കും. കർത്താവിൻ്റെ ഇടയനാകുന്ന എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എന്ന് സങ്കീർത്തനോടൊപ്പം ഞങ്ങളും പറയുന്നു. ഞാൻ നല്ല ഇടയനാകുന്നു എന്ന് പറഞ്ഞ യേശുവിനെ ഞങ്ങളുടെ നാഥനുമായി സ്വീകരിക്കുന്നു. അവിടുന്നാണ് ഞങ്ങളെ പോറ്റുന്നത്. അത് ആകാശത്തിൽ നിന്ന് പൊഴിഞ്ഞ മന്ന കൊണ്ടല്ല, തൻ്റെ തന്നെ ശരീരവും രക്തവുമാകുന്ന യഥാർത്ഥ മന്ന കൊണ്ടാണ്. ഞങ്ങൾക്ക് വഴികാട്ടിയായി നൽകിയിരിക്കുന്ന അവിടുത്തെ വചനമാണ്. കർത്താവെ, അവിടുന്ന് ഞങ്ങളെ നിരന്തരം നയിക്കുന്ന, പരിപാലിക്കുന്ന ആ വലിയ കൃപയെ ഓർത്ത് അങ്ങേക്ക് നന്ദി. പ്രലോഭനങ്ങളിൽ പെട്ടുപോകാതെ, ഭയന്ന് അകന്നു പോകാതെ അവിടെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.